ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാജേശ്വരി നിവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജേശ്വരിനോട് നിവിൻ ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേട്, അമ്മ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, നീ ഇവിടെ നിൽക്കണ്ട, നീ പൊക്കോ, എവിടേക്ക്, തിരുവനന്തപുരത്തേക്ക്, നിനക്കിഷ്ടമുള്ള കോഴ്സ് എടുത്ത് പഠിച്ചോ, ഫാഷൻ ഡിസൈനിങ്ങോ അല്ലെങ്കിൽ ഈ ഫോട്ടോഗ്രാഫി ഇഷ്ടം അല്ലെങ്കിൽ ബിസിനസ്സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചോളാം. പറയും, ഇല്ല ഇനി ഞാൻ അതൊന്നും പഠിക്കുന്നില്ല, ഇനി ഞാൻ അതിൻ്റെ കണക്കും കൂടെ കേൾക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം രാജേശ്വരി പറയുകയാണ്, നിൻ്റെ ഈ കണ്ണന്തിരിവൊക്കെ കണ്ടിട്ട് ജയപാലായിട്ട് രാഗിണിയായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്ന് പറയട്ടോ എന്ന്. അപ്പോൾ നിവിൻ ചോദിക്കണം, അതിന് ആര് കല്യാണം കഴിക്കാൻ പോകുന്നു ഈ രാഗിണിനെ എന്ന് ചോദിക്കാൻ കേട്ടോ. നീ കല്യാണം കഴിക്കും, പറയണത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. പിന്നെ എനിക്ക് രാഗിണിയെ, അതെ ഞാൻ പ്രായപൂർത്തിയായിട്ടൊരു പുരുഷനാണ്, എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം, എന്ത് തിരഞ്ഞെടുക്കണം എന്നൊക്കെ ഉള്ളത് എൻ്റെ മാത്രം അവകാശമാണ്, അതിലൊരാൾ ഇടപെടണ്ട, ഞാൻ ഒരിക്കലേക്കും പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് നിവിൻ അങ്ങോട്ട് അകത്തേക്ക് കയറി പോകുകയാണ്. പിന്നെ കാണിക്കുന്നത് വിനീത ആരോട് ഫോണിൽ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗംഗ വരുമ്പോൾ തന്നെ വേഗം ശരി എന്നാൽ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ്. അപ്പോൾ ഗംഗ വന്നിട്ട് ചോദിക്കുക, ആരാ വിനീതേട്ട ഫോണോ? ഏത് ഫോൺ? വിനീതേട്ട ഫോൺ വിളിക്കുന്നത്. എൻ്റെ കയ്യിൽ അതിന് ഫോണൊന്നുമില്ലല്ലോ, ദേ പോക്കറ്റിൽ ഫോണുണ്ട്, അത് ഞാൻ എടുക്കണോ എന്ന് ചോദിക്കും. അപ്പോൾ വിനീത് പെട്ടെന്ന്, പോക്കറ്റിൽ ഫോണുണ്ടല്ലേ, അത് ഞാൻ എടുക്കാം, ഇങ്ങോട്ട് തന്നേന്ന് പറയും കേട്ടോ. ഇല്ലില്ല, എന്തിനാന്ന് നോക്കിട്ടോ, ഇങ്ങോട്ട് ഫോൺ എന്ന് പറയും കേട്ടോ. അപ്പോൾ വിനീത് കൊടുക്കുന്നില്ലേ. അങ്ങനെ രണ്ടുപേരും കൂടി പിടിയും വഴിയൊക്കെ ആവാണ്. വിനീതിനെ വട്ടം ചുറ്റി പിടിച്ചിട്ട് ഗംഗ ഫോൺ വാങ്ങിക്കാൻ നോക്കുന്നുണ്ട്. ഈ സമയത്ത് നീള അവിടേക്ക് വരുമ്പോൾ, ഇതേ നീള എന്ന് പറയും കേട്ടോ. അതിനെന്താ, നീള വന്നോട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഫോൺ വേഗം തന്നെ ഗംഗ വാങ്ങിക്കുന്നുണ്ട്. അല്ല, നീള കണ്ട എന്ത് വിചാരിക്കും, വിചാരിക്കാനുള്ള അവസരം വിനീതേട്ടൻ തന്നെ ഉണ്ടാക്കിയിട്ടല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. വിനീതേട്ടനെ എപ്പോഴും ഒരു കാമുകിയുടെ കൂടെയാണ് കാണുന്നത്. കാമുകിയോ? ഏത് കാമുകി? നിവിൻ എന്ന് പറയും കേട്ടോ. അതെ, ഒരു വീട്ടിലൊരു കുടുംബാംഗമായിട്ടുള്ള ഒരാളുടെ കൂടെ ഒരാണ് ഏത് നേരവും വീട്ടിൽ കയറി ഇറങ്ങുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല, അതിപ്പോൾ അനുഭവിക്കേണ്ടി വന്നില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിനീതൊന്നും ഇടുന്നില്ല കേട്ടോ. അല്ല അത് പിന്നെ എന്ന് പറയും കേട്ടോ. വിനീതേട്ടൻ ഇനി നിവിനായിട്ടുള്ളൊരു കൂട്ടുകെട്ടും വേണ്ട, അത് ഒന്നും ശരിയാവില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെ ഫോൺ നോക്കുമ്പോൾ സുജാതമ്മായിക്കാണ് കേട്ടോ വിളിച്ചിട്ടുള്ളത്. അമ്മായിക്കാണോ വിനീതേട്ടൻ വിളിച്ചത്? അതെ. എന്നിട്ട് എന്താ ഞാൻ ചോദിച്ചപ്പോൾ അല്ല, എൻ്റെ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ, മനസ്സ് എപ്പോഴും അവിടെയാണെന്നല്ലേ ഗംഗ പറയുന്നത്, അതുകൊണ്ട് ഞാൻ മറച്ചു വെച്ചാണെന്ന് പറയും കേട്ടോ. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ, അമ്മ പറഞ്ഞു ദാസേട്ടൻ വീണ്ടും പൈസ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്, അമ്മ ബാങ്കിലേക്ക് പോയിരിക്കുകയാണ്, ശല്യം ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് പറയണതെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നോടൊന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കാൻ കേട്ടോ. വിനീതേട്ടനോട് ചെല്ലാൻ പറഞ്ഞു. എന്നാൽ വിനീതേട്ടൻ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാമെന്ന് പറയും കേട്ടോ. അപ്പോൾ സന്തോഷമാവട്ടെ. അപ്പോൾ ഗംഗയുടെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ വിനീത്. പിന്നെ കാണിക്കുന്നത് കാവേരി വണ്ടിമ്മ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിവിൻ പിന്നെ കൂടെ പോയിട്ട് വിളിച്ച് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് നിർത്തുന്നില്ല കേട്ടോ. കാവേരി മൈൻഡ് ചെയ്യാതെ പോവുകയാണേ. ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിവിൻ വണ്ടി ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിട്ടോ. കാവേരി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം, എനിക്ക് സംസാരിക്കാനുണ്ട് കാവേരിനോട് എന്നൊക്കെ പറയട്ടോ. അന്നേരം കാവേരി പറയണേ, എനിക്കിതൊന്നും കേൾക്കാൻ പറയാനൊന്നുമില്ല നിവിൻ, എനിക്ക് അല്ലാതെ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ ഇനി ഇതും കൂടെ തലയിലെടുത്ത് വെക്കാനായിട്ട് എനിക്ക് വയ്യാന്ന് പറയട്ടോ. അപ്പോൾ നിവിൻ വന്നിട്ട് പറയും, കാവേരി ഞാൻ പറയണമെന്ന് കേൾക്ക്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നമ്മൾ സാധാരണ പോലെ സംസാരിക്കാമല്ലോ, അപ്പോൾ അത് വീട്ടുകാരറിയില്ലല്ലോ എന്ന് പറയട്ടോ. എനിക്ക് എൻ്റെ വീട്ടുകാരോട് അങ്ങനെ ഒന്നും പെരുമാറാൻ പറ്റില്ല, ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാവേരി വേഗം തന്നെ അവിടെ പോകട്ടോ. അപ്പം നിവിനാണെന്നുണ്ടെങ്കിൽ വിളിച്ചു പറയണം, കാവേരി എനിക്ക് കാവേരിനെ ഒരുപാട് ഇഷ്ടമാണ്, കാവേരിനല്ലാതെ വേറെ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കില്ല എന്നൊക്കെ വിളിച്ച് പറയുകയാണേ. പക്ഷെ അതൊന്നും കാവേരി കേൾക്കണമെന്നില്ല, ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. പക്ഷേ വിശാൽ അതൊക്കെ കേട്ട് വേറെ ഒരു സൈഡിൽ മാറി നിൽക്കുന്നുണ്ടാവും. പിന്നെ കാണിക്കുന്നത് ദാസനെയാണ് കേട്ടോ. ദാസനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ടിരിക്കുകയാണ്, നിൻ്റെ തള്ള വന്നില്ലേടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് ചുക്ക് കാപ്പി എടുക്കാൻ പോയിട്ടാണോ നീ ഇത്രയും നേരം വൈകിയെന്നൊക്കെ ചോദിക്കും. അത് ചുക്ക് എവിടെ ഇരിക്കണമെന്ന് എനിക്കറിയണ്ടേ, നിൻ്റെ തള്ള ബാങ്കിൽ പോയിട്ട് വന്നിട്ടില്ലെന്ന് ചോദിക്കും. എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ഗീതയും പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ കാണിക്കുന്നത് മഴ പെയ്യുന്ന സമയത്ത് മുറ്റത്ത് വന്നിട്ട് ഡാൻസ് കളിക്കാൻ കേട്ടോ. അപ്പോൾ കാവേരി വന്നിട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുപോയിട്ട് അകത്ത് ഇരുത്തിയിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഋഷീന്ന് എഴുതാനായിട്ട് നിളമോൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ കാവേരി ഇങ്ങനെ നുള്ളുന്നുണ്ട്, മര്യാദയ്ക്ക് പഠിക്കടി, നിന്നോട് എത്ര തവണ പറഞ്ഞു തന്നിട്ടുള്ള വാക്കാണിതെന്നൊക്കെ പറയും. അപ്പോഴേക്കും അവിടേക്ക് ശാരദ വരികയാണ്. എടി നുള്ളല്ലേടി കാവേരി, മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയും കേട്ടോ. അപ്പോൾ എത്ര പറഞ്ഞു കൊടുത്തിട്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയും. അപ്പോൾ നീളമ്പോള് പറയുന്നു, എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതാൻ അറിയാലോ, വായിക്കാൻ അറിയാലോ, ഈ ഋഷി എന്നുള്ളത് വരുന്നുണ്ടല്ലോ,
ആ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ എന്ന് നോക്കിട്ടോ, വേറെ ഏതെങ്കിലും വാക്കിന് വരുന്നുണ്ടോ എന്ന് നോക്കിട്ടോ. അപ്പോൾ ശാരദ പറയും ഒരുപാട് വാക്കുകളുണ്ട്, ഋഷിഭം, ഋണം അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയട്ടോ. ഞാൻ പണ്ട് കവിത ഒക്കെ എഴുതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ശാരദ. അപ്പോൾ കവിത ഒന്ന് പാടിത്തരുമെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അയ്യോ അടപ്പിൽ പരിപ്പ് കയറിയെന്ന് പറഞ്ഞിട്ട് ശാരദ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ദാസൻ്റെ ഗീതരൊക്കെ അടുത്തേക്ക് ഗംഗയും വിനീതും കൂടിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എന്താ ദാസേട്ടാ വിശേഷം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നല്ല രീതിയിലാണ് വിനീത് ആ സമയത്ത് സംസാരിക്കുന്നത്. അപ്പോൾ നിൻ്റെ നിൻ്റെ അമ്മ വന്നില്ലേടി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തള്ളാന്ന് പറയും, പിന്നെ അമ്മ എന്ന് മാറ്റുവേ. അപ്പോൾ ഇല്ല വന്നിട്ടില്ല, എവിടെയാണെന്ന് നോക്ക്, നീ ഒന്ന് വിളിച്ച് നോക്കിയെന്ന് പറയും കേട്ടോ. അപ്പോൾ വിളിച്ച് നോക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. എന്നിട്ട് ദാസൻ പറയാണ് ഇന്ന് 3.5 ലക്ഷം രൂപ എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നിട്ടില്ലെങ്കിൽ വിവരം അറിയുമെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വിനീത് ചോദിക്കുന്നതാണ് 3.5 ലക്ഷമോ, അതെന്തിനാണ് 3.5 ലക്ഷം? സാധാരണ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്താലേ പിന്നെ അവർ ഈ പഠിക്കൽ വന്ന് നിൽക്കുക കൈ നോട്ടി യാചിക്കുകയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയും കേട്ടോ. അന്നേരം ദേഷ്യം വന്നിട്ട് ദാസം പറയാണ് കേട്ടോ, ഭാര്യ വീട്ടിൽ അട്ടിപ്പേറി എടുക്കുന്ന നീയാണോടോ ഈ പറയുന്നതെന്ന് പറയുമ്പോൾ വിനീതിനത് നാണക്കേട് പോലെ ആവുന്നുണ്ട്. അപ്പോൾ നിൻ്റെ തള്ള ഇന്ന് ബാങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പൈസ തന്നേ മതിയാവൂ എന്ന് പറയാനേ, അല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ പെങ്ങളും മാത്രമല്ല അമ്മയും പുഴുവരിച്ച് ഇവിടെ എടുക്കും, എനിക്ക് മുന്നും പിന്നും നോക്കാനൊന്നുമില്ല, ഇടുക്കാച്ചെറുക്കാണെന്ന് പറഞ്ഞിട്ട് നിൻ്റെ പെങ്ങളെ ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവന്നാക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴത്തേക്ക് കേൾക്കുമ്പോൾ വിനീതിന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഗീതയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അമ്മനെ പറയുമ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ. വിനീതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദാസൻ്റെ കുരക്കിന് പിടിച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എടാ നീ എന്താടാ പറഞ്ഞത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഇന്നലെ വരെ നിൻ്റെ ഭാര്യ ആയിരുന്നാൾ എൻ്റെ മാത്രം പെങ്ങളായത് എങ്ങനെയാടാന്നൊക്കെ ചോദിച്ചിട്ട് കഴുത്തിനും പിടിച്ച് നിൽക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവുന്നുണ്ട്. അങ്ങനെ ഗീത പിടിച്ച് വലിച്ചിട്ട് മാറിക്കിടാന്ന് പറയുകയാണ്. ഇനി എൻ്റെ ദാസേട്ടനെ തൊട്ട് പോകരുതെന്ന് പറയാൻ കേട്ടോ. ഗീതേച്ചി എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അത് ഇങ്ങേരി പണം വേണമെന്ന് പറഞ്ഞത് ദൂർത്തടിക്കാനൊന്നുമല്ല, അമേരിക്കയിൽ പോയിട്ട് ബിസിനസ് ചെയ്യാനുമല്ല. ഇങ്ങേരുടെ അമ്മ വയ്യാതെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്, തണ്ടലിന് വേദന എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. പക്ഷേ അസുഖം വേറെയാണ്, ശരീരത്തിലേക്ക് മുഴുവൻ വ്യാപിച്ചു. ഇനി അതിന് എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണം. ഒരു ജീവൻ്റെ വിലയായിട്ടാണ് 3.5 ലക്ഷം രൂപ ചോദിച്ചത്. നിനക്കും മാത്രമല്ലല്ലോ അമ്മ, എല്ലാവരും കുല്യമ്മ എന്നൊക്കെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ വിനീതിന് വിഷമാവാണ് കേട്ടോ. ഗീതേച്ചി ഞാൻ വേണ്ട ഇനിയൊന്നും പറയണ്ട. അപ്പോൾ ദാസൻ പറയാണ് ഗീത ഞാൻ പോട്ടെ, പൈസ വേറെ എവിടെന്നെങ്കിലും കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ട് വരാമെന്ന് പറയുകയാണെ. അപ്പോൾ കൊച്ചു ഓടി വന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചോ, അച്ഛൻ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിച്ച് കെട്ടിപ്പിടിക്കില്ല മോനെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിനീത ആകെ വിഷമത്തിൽ നിൽക്കുകയാണ്. അന്നേരം ഗംഗ ഇങ്ങനെ തോളി പിടിച്ചിട്ട് വിനീതേട്ടാന്ന് വിളിക്കുമ്പോൾ എല്ലാം പാളിപ്പോവുകയാണ്, തൊടുന്നതെല്ലാം പാളിപ്പോവുകയാണല്ലോ ഗംഗെ എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പിന്നെ പ്രമോണ് കാണിക്കുന്നത് കോളേജിൽ വെച്ചിട്ട് നമ്മളെ യമുന വിശാൽ ഇങ്ങനെ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. യമുന അങ്ങനെ നിൽക്കുന്ന വേറൊരു ചെക്കൻ നോക്കി നിൽക്കുന്നതും അത് വിശാലിന് ഇഷ്ടപ്പെടാതെ ചെന്ന് നിൽക്കുന്നതും, അതിനുശേഷം വിശാലും യമുനയും തമ്മിൽ സംസാരിക്കാൻ പറയും. യമുന പറയുന്നുണ്ട് വിശാലിൻ്റെ അച്ഛനെ ഞങ്ങൾ എങ്ങനെ കുഴിതോണ്ടാന്ന് ആലോചിച്ചുകൊണ്ട് നടക്കാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരാളുടെ മകനുമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഈ ബന്ധത്തിൽ നിന്ന് ഞാൻ പിന്മാറാണെന്നൊക്കെ വിശാലിനോട് യമുന പറയാണ് കേട്ടോ. വിശാലാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അതിന് ശേഷം വിശാൽ ഒക്കെ കോംപ്രമൈസ് ആയ പോലെ ആയിട്ട് സംസാരിക്കുന്നത്, നമുക്ക് എന്നാലും ഒരു സ്ഥലം വരെ പോകാമെന്ന് പറയുമ്പോൾ എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ എന്താ സ്ഥലം പറഞ്ഞാൽ മാത്രമേ വരുള്ളൂ, അല്ല എന്താണ് കാര്യം എന്നറിയാനായിട്ട് എന്ന് യമുന ചോദിക്കുകയാണ്. അപ്പോൾ വിശാൽ പറയാണ് അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, നീ എന്തായാലും എൻ്റെ കൂടെ വായോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ യമുനനെ തട്ടിക്കൊണ്ടു പോകുകയാണ് കേട്ടോ വിശാൽ. അത്രയാണ് ഇന്നത്തെ പ്രമോലും കാണിച്ചിട്ടുള്ളത്.